I am a pilot, am I a pilot? You are a pilot, are you a pilot? They are pilots, are they pilots? We are pilots, are we pilots? Durga and Sita are pilots, are Durga and Sita pilots? He is a pilot, he is a pilot, she is a pilot, is she a pilot? It is a bench, is it a bench? Everybody is a pilot, is everybody a pilot? സലാംസ് ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെൻറ്റൻസ് അഥവാ ഒരു വാക്യം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നാം പഠിച്ചു. നൗൺ, പ്രസൻറ്റ്, അതിലൊരു വാക്യം നാം പറയുകയാണെങ്കിൽ അവിടെ ആം ഉപയോഗിക്കുന്നു, ചില സ്ഥലത്ത് ഈസ് ഉപയോഗിക്കുന്നു, ചില സ്ഥലത്ത് ആർ ഉപയോഗിക്കുന്നു. എവിടെയാണ് ആം ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഈസ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ആർ ഉപയോഗിക്കേണ്ടത്, ഇത് വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓരോ സ്ട്രക്ചേഴ്സും ഓരോ സെൻറ്റൻസും അത് ക്വസ്റ്റ്യനിലേക്ക് മാറ്റൽ എങ്ങനെ ആണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് രണ്ടാമത്തെ വേർഡിനെ ഫസ്റ്റിലോട്ട് കൊണ്ടുവരിക, ഫസ്റ്റിലെ വേർഡിനെ സെക്കൻഡിലോട്ട് കൊണ്ടുവരിക. ജസ്റ്റ് ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഫസ്റ്റ് and second words. Just listen here. Here is an example. He is a principal. Just change the position of first and second words. He is a principal. Is he a principal? He is a principal. അവന് principal ആണോ? Is he a principal? അവൻ principal ആണോ? It's very simple. He's a principal, he's a principal. ഇതുപോലെ മറ്റൊരുദാഹരണം നോക്കാം. പൈലറ്റ്. He's a pilot, is he a pilot? Singer. He's a singer, is he a singer? Father. He's a father, is he a father? He is a father, is he a father? Mother. He's a mother, is he a mother? Son. He is a son, is he a son? Daughter. He is a daughter, is he a daughter? Police officer. He is a police officer, is he a police officer? പൈലറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം പറത്തുന്ന ആള്, സിംഗർ പാട്ട് പാടുന്ന ആള്, ഫാദർ പിതാവ്, മദർ മാതാവ്, സണ്ണ് മകന്, ഡോട്ടർ മകൾ. ഡോട്ടർ. പോലീസ് ഓഫീസർ തന്നെ. ഹിസ് എ പൈലറ്റ്, അവന് പൈലറ്റ് ആണ്. ഇസ് ഹി എ പൈലറ്റ്, അവന് പൈലറ്റ് ആണോ? ഹിസ് എ സിംഗർ, അവന് പാട്ടുകാരനാണ്, പാട്ട് പാടുന്നവനാണ്. ഇസ് ഹി എ സിംഗർ, അവന് പാട്ട് പാടുന്നവൻ ആണോ? ഹിസ് എ ഫാദർ, അവന് അച്ഛനാണ്. ഇസ് ഹി എ ഫാദർ, അവൻ അച്ഛനാണോ? ഷീ ഇസ് എ മദർ, അവൾ അമ്മയാണ്. ഈസ് ഷീ എ മദർ, അവൾ അമ്മയാണോ? ഹീസ് എ സൺ, അവൻ മകനാണ്. ഈസ് ഹി എ മാൻ, ഹീസ് ഹി എ സൺ, അവന് മകനാണ്. ഈസ് ഷീ എ സൺ, അവൻ മകനാണ്. ഷീ ഇസ് എ ഡോട്ടർ, അവൾ മകളാണ്. ഈസ് ഷീ എ ഡോട്ടർ, അവൾ മകളാണോ? ഹീസ് എ പോലീസ് ഓഫീസർ, അവന് പോലീസ് ഓഫീസറാണ്. ഈസ് ഹി എ പോലീസ് ഓഫീസർ, അവൻ പോലീസ് ഓഫീസർ ആണോ? ഇനി നമുക്ക് സബ്ജക്റ്റ് മാറ്റി ഉപയോഗിക്കാം. സബ്ജക്റ്റ് നമുക്ക് ഐ, യു. ഇനി നമുക്ക് സബ്ജക്റ്റ് മാറ്റി ഉപയോഗിക്കാം. ഐ, യു, ദേ, വി, ദുർഗ ആൻഡ് സീത. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഈ സബ്ജക്റ്റിലൊക്കെ എങ്ങനെ കൊടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് റിട്ടേൺ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല,
സ്പീക്കിംഗ് സംസാരിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാതിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇവിടെ ഹി എന്നുള്ള സബ്ജക്റ്റിന് പകരം പല സബ്ജക്റ്റ് മാറ്റി മാറ്റി ഉപയോഗിക്കാം. നമുക്ക് നോക്കാം. ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആണോ? ആം ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആണോ? ഇനി ഐക്ക് പകരം യു എന്നുള്ള സബ്ജക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ യു ആർ എ ഡോക്ടർ, നീ ഒരു ഡോക്ടർ ആണ്. ആർ യു എ ഡോക്ടർ, നീ ഒരു ഡോക്ടർ ആണോ? ദേ ആർ ഡോക്ടേഴ്സ്, അവരൊരുപാട് പേരുണ്ട്. അപ്പോൾ ദേ ആർ ഡോക്ടർ എന്ന് പോരാ, ഡോക്ടേഴ്സ് എന്ന് വേണം. ദേ ആർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാർ ആണ്. ആർ ദേ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാർ ആണോ? അവർ ഡോക്ടർമാർ ആണോ? വി ആർ ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടർമാരാണ്. ആർ വി ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടർമാർ ആണോ? ദുർഗ ആൻഡ് സീത ആർ ഡോക്ടേഴ്സ്. ദുർഗ ആൻഡ് സീത ആർ ഡോക്ടേഴ്സ്. ദുർഗയും സീതയും ഡോക്ടർമാർ ആണ്. ആർ ദുർഗ ആൻഡ് സീത ഡോക്ടേഴ്സ്, ദുർഗയും സീതയും ഡോക്ടർമാർ ആണോ? ഹി ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആണ്. ഈസ് ഹി എ ഡോക്ടർ, അവന് ഡോക്ടർ ആണോ? ഷീ ഈസ് എ ഡോക്ടർ, അവളൊരു ഡോക്ടർ ആണ്. ഈസ് ഷീ എ ഡോക്ടർ, അവളുടെ ഡോക്ടർ ആണോ? ഇറ്റ്, അവിടെ ഡോക്ടർ ഉപയോഗിക്കാൻ സാധിക്കില്ല, കാരണം നോൺ ലിവിങ് തിങ്സ് ആണ്, അതൊരു നിർജ്ജീവമായ വസ്തുവാണ്. അപ്പോൾ ഇറ്റിൻ്റെ കൂടെ എന്തെങ്കിലും സാധനത്തിൻ്റെ പേര് കൊടുക്കാം. ഇറ്റ് ഈസ് എ മൊബൈൽ ഫോൺ, അതൊരു മൊബൈൽ ഫോൺ ആണോ? ഈസ് ഇറ്റ് എ മൊബൈൽ ഫോൺ, അതൊരു മൊബൈൽ ഫോൺ ആണോ? എവ്രിബഡി ഈസ് എ ഡോക്ടർ, എല്ലാവരും ഡോക്ടർമാർ ആണ്. അല്ലെങ്കിൽ ഓരോരുത്തരും ഡോക്ടർമാർ ആണ്. ഈസ് എവ്രിബഡി ഈസ് എ ഡോക്ടർ, അവിടെ എവ്രിബഡി എന്നതിൻ്റെ കൂടെ അല്ല ഉപയോഗിക്കേണ്ട, ഈസ് ആണ് കറക്റ്റ്. ഈസ് എവ്രിബഡി എ ഡോക്ടർ, ഓരോരുത്തരും ഡോക്ടർമാർ ആണോ? ഇവിടെ നമ്മൾ ഓരോ സെന്റൻസും അതിൻ്റെ മീനിങ് പഠിച്ചു, അതിനെങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുക എന്ന് പഠിച്ചു. ഇനി വളരെ വേഗത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഒരു ഡോക്ടർ എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ വിവരിച്ചു. ഇതുപോലെ വേറൊരു നൗണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക, പൈലറ്റ്. അതിനെ മറ്റു സബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. I am a pilot, am I a pilot? You are a pilot, are you a pilot? They are pilots, are they pilots? We are pilots, are we pilots? Durga and Sita are pilots, are Durga and Sita pilots? He is a pilot, he is a pilot, she is a pilot, is she a pilot? It is a bench, is it a bench? Everybody is a pilot, is everybody a pilot? ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ നമുക്ക് ഈസിയായി സംസാരിക്കാൻ പറ്റും. ഒന്നുകൂടി പറ. ഇനി നമുക്ക് ബോയ് എന്നുള്ളൊരു നൗണ് പറഞ്ഞു നോക്കാം. I am a boy, am I a boy? You are a boy, are you a boy? They are boys, are they boys? We are boys, are we boys? He is a boy, is he a boy? She is a boy, she is a girl, is she a girl? It is a mobile phone, is it a mobile phone? Everybody is a boy, is everybody a boy? സാധിക്കൂലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.